വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ഓട്ടോയിൽ കമലിനാണെങ്കിൽ വിഷ്ണുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിഷ്ണുവിനിങ്ങനെ തലപൊരിക്കുകയും അകപ്പാടെ ഒരു തലകറക്കം എന്ന പോലെ അന്നേരം പിറകിലേക്ക് ശ്രദ്ധിക്കുന്ന കമലിനാണെങ്കിൽ ഇത് കാണുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വണ്ടി നിർത്തിയിട്ട് കമലിനാണെങ്കിൽ ഇങ്ങനെ ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു അത് പെട്ടെന്ന് കുടിക്കുകയാണ്. അതിന് ശേഷമാണെങ്കിൽ വിഷ്ണു ശരിയായില്ല, വിഷ്ണുവിന് ആകെ ഒരു മങ്ങലൊക്കെ പോലെ കണ്ണിന്. അന്നേരം പറയുന്നുണ്ട് തലയ്ക്ക് നല്ല ചൂടുള്ളതുപോലെ തോന്നില്ലേ എന്നിങ്ങനെ വിഷ്ണു കമലിനോട് ചോദിക്കുകയാണ്. നേരവും കമലിനിങ്ങനെ ആകപ്പാടെ സംശയം വിഷ്ണുവിൻ്റെ ഈ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ. എന്നാലും എനിക്കില്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് നീ കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കമലിനിങ്ങനെ ഒരു ഗ്ലാസ് വിഷ്ണുവിന് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ കമലം കുടിക്കുകയാണ്. അന്നേരം ഒരു അവൾ കുടിച്ച ശേഷം അത് വിഷ്ണു അങ്ങ് വാങ്ങിക്കുകയാണ്. നീ എനിക്ക് കുറച്ചുകൂടി തന്നേന്നും പറഞ്ഞ് കമലിൻ്റെതും കൂടി വാങ്ങിച്ച് വിഷ്ണു അങ്ങ് പെട്ടെന്ന് അങ്ങ് കുടിക്കുകയാണ്. അന്നേരം കമലിന് ആകപ്പാടെ ഒരു വശപ്പിശ പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് കമലിനാണെങ്കിൽ വിഷ്ണുവിനെ തിരിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കമലിനാണെങ്കിൽ ശാലിനിയോട് ഒന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പോലീസുകാർ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്ന് ശാലിനി പറയുമ്പോൾ, പക്ഷേ ആശാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് എന്നിങ്ങനെ കമലം പറയുമ്പോൾ ശാലിനിയെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതിനെ ശാലിനി ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അറിയാം എന്താണെന്ന്. അതിൽ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ചികിത്സിക്കാൻ പറ്റിയാൽ വിഷ്ണുവിനൊന്നും സംഭവിക്കില്ലാതിരിക്കാം. അതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഈ വേലായുധനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഇങ്ങനെ പുക കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേറെ 2 പേര് വന്നിട്ട് വേലായുധനെ ഇങ്ങനെ വായ പൊത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അബൂബക്കറിൻ്റെ ആൾക്കാരായിരിക്കും മിക്കവാറും. എന്ന് വെച്ചാൽ അബൂബക്കർ IG ഹമീദിനോട് പറഞ്ഞിട്ടാണല്ലോ പോയത്, എൻ്റേതായ രീതിക്ക് ഞാൻ ചെയ്തോളാം എന്നുള്ളത്. അപ്പോൾ വേലായുധനെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഇനി ചോദിച്ചറിയാനുള്ള ശ്രമമായിരിക്കും അബൂബക്കറിൻ്റേത്. അപ്പോൾ പക്ഷേ ഇനി അവിടെ വെച്ച് വേലായുധന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. വിഷ്ണുവിൻ്റെ കാര്യവും എന്താകും എന്നുള്ളത് നോക്കാം. ഇനി ശ്യാമയോടും രോഹിത്തിനോടും ശാലിനി 3 ദിവസത്തെ അവധിയാണ് സാവകാശമാണ് ചോദിച്ചിരിക്കുന്നത്, പ്രശ്നങ്ങളൊക്കെ തീർക്കാമെന്നുള്ളത്. അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് പോകുമെന്നാണ് പറയുന്നത്. അതൊക്കെ എന്താകുമെന്ന് മുന്നോട്ടുള്ള കഥ നോക്കാം. ഓക്കെ, താങ്ക് യു.